സുധാകരനും അടൂർ പ്രകാശിനും നിയമസഭയിൽ മത്സരിക്കാൻ ഹൈക്കമാൻഡ് അനുമതിയില്ല. കണ്ണൂരും കോന്നിയിലും സ്ഥാനാർത്ഥികളുമായി ഇന്ന് പട്ടികയിറങ്ങും. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പിള്ളിലിനും സീറ്റില്ല. പെരുമ്പാവൂരിൽ എൽദോസിന് പകരം പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഉദുമ, പട്ടാമ്പി, പെരുമ്പാവൂർ, വടക്കാഞ്ചേരി മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരിലെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സമവായമാകാത്ത സീറ്റുകളിലെ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെക്ക് വിട്ടിരിക്കുകയാണ്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ആയിരിക്കും മത്സരിക്കുക. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു, ഭയങ്കര തർക്കമാണ്, ഭയങ്കര പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 5 സീറ്റ് ചോദിച്ചിട്ട് അത് വേറെ ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടല്ല. ബാക്കി 87 സീറ്റും തീരുമാനമായി. അല്ല 95 മുതലുള്ളത്. അതിൽ ഈ 5 സീറ്റ് ചോദിച്ചാൽ 90 സീറ്റും തീരുമാനമായി. എന്ത് ചെയ്യണം? 90 സീറ്റിലും തീരുമാനമായി. എത്ര ദിവസം എടുത്ത്? 2 ദിവസം എടുത്ത് ഭംഗിയായിട്ട് തീരുമാനമെടുത്ത്. ഇത് ഏറ്റവും വേഗതയിൽ കോൺഗ്രസ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനമാണ്. ഒട്ടും വൈകിട്ടില്ല, ഒരു തരത്തിലും വൈകിട്ടില്ല. മനസ്സിലായില്ലേ? 2 ദിവസം ഇത്രയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കെടുക്കണമെന്ന് എന്താ തെറ്റ്? ഇപ്പോഴും CPM പൂർത്തിയായിട്ടില്ലല്ലോ. ഇനി ഉണ്ടല്ലോ അവരുടെ കുറേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇല്ലേ? അവർക്കും ഇല്ലേ 4-5 തീരുമാനിക്കുന്നുണ്ട്. എന്തെന്നാണ് എൻ്റെ അറിവ്. ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, കേരള കോൺഗ്രസിൻ്റെ. അത് നാളെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം. വിവരങ്ങളുമായി KR സാജുവും വിജിൻ വായാന്തോടുമാണ് ചേരുന്നത്. സാജു, ഗുഡ് മോർണിംഗ്. ഇതാ പ്രഖ്യാപനം വന്ന് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും എല്ലാ സ്ഥാനാർത്ഥികളുടെയും എല്ലാ മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ ധാരണയിൽ എത്തിച്ചേരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അപ്പോഴും സതീശൻ പറയുന്നത് ഇതൊരു വൈകലേയല്ല എന്ന തരത്തിലാണ്. നോക്കൂ, കെ സുധാകരന്റെ സമ്മർദ്ദം, അടൂർ പ്രകാശിന്റെ സമ്മർദ്ദം, ഇതൊക്കെയായിരുന്നു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നത്. ഒടുവിൽ സുധാകരന് വഴങ്ങേണ്ടതില്ല, ഇനി ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളി സുധാകരന്റെ ഭാഗത്തുണ്ടായാലും വഴങ്ങേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിരിക്കുന്നു. ദിവ്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും VD സതീശൻ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ഇതൊരു വലിയ വൈകലൊന്നുമല്ല. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും ആഴ്ചകൾ നീണ്ടു നടന്ന ചർച്ചകൾ വരെ നടന്ന കാലയളവ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസുകാർക്ക് പുതുമയുമല്ല. പക്ഷെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉള്ളത്. അതിനാൽ നഷ്ടപ്പെടുന്ന ഓരോ ദിവസവും ഓരോ മണിക്കൂറും സ്ഥാനാർത്ഥികൾക്ക് നിർണായകമാണ് എന്നത് VD സതീശൻ അടക്കമുള്ളവർക്ക് ഓർമ്മ വേണം എന്നു മാത്രം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നത് 95 സീറ്റുകളിലാണ്. ഇപ്പോൾ VD സതീശൻ അവകാശപ്പെട്ടതനുസരിച്ചാണെങ്കിൽ 90 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ആ പട്ടിക AICC അംഗീകാരം നൽകി പുറത്തിറക്കുകയും ചെയ്യും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നേതൃത്വത്തെ ആകെ സമ്മർദ്ദത്തിലാക്കിയ, ഹൈക്കമാൻഡിനെ ആകെ മുൾമുനയിൽ നിർത്തിയ കെ സുധാകരന് മത്സരിക്കാൻ സീറ്റില്ല എന്നുള്ളത് തന്നെയാണ്. കണ്ണൂരിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അങ്ങനെ ഒരു വാഗ്ദാനം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുമ്പോൾ തനിക്കുണ്ടായിരുന്നു എന്നുമായിരുന്നു കെ സുധാകരന്റെ അവകാശവാദം. എന്നാൽ ആ അവകാശവാദത്തിനും ഭീഷണിക്കും മുന്നിൽ മുട്ടുമടക്കി കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ കെ സുധാകരന്റെ നിലപാട് എന്തായിരിക്കും ഇനി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ കെ സുധാകരൻ ആരംഭിച്ചിരുന്നു. കേരള ഹൗസിൽ നിന്നും NOC അടക്കമുള്ളവ, ബാധ്യതയില്ല സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ അദ്ദേഹം വാങ്ങിയിരുന്നു. സാധാരണഗതിയിൽ അത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് സർക്കാർ ഗസ്റ്റ് ഹൗസിലും മറ്റും കൊടുക്കാനുള്ള പണം കൊടുത്ത ശേഷം NOC വാങ്ങുക എന്ന നടപടിക്രമമുണ്ട്. ആ നടപടിക്രമമാണ് കെ സുധാകരൻ ഇന്നലെ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ പട്ടിക വരുമ്പോൾ കെ സുധാകരൻ എന്തു പറയുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. കെ സുധാകരൻ നേതൃത്വത്തിന് വഴങ്ങിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. പൂർണ്ണമായും അനുനയിപ്പിച്ചുകൊണ്ടാണോ, കെ സുധാകരനെ അനുനയിപ്പിച്ചുകൊണ്ടാണോ മുന്നോട്ട് വരുന്നത്? ഏതായാലും അടൂർ പ്രകാശിന് വേണ്ടിയും ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ശിവഗിരി മഠമടക്കം അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ പൊതുവായി MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന സമീപനം നേരത്തെ കോൺഗ്രസ് നേതൃത്വം എടുത്തതാണ്. അത് മാറ്റാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇനിയും സീറ്റുകൾ ധാരണയാവാനുള്ളത്, അതായത് ഒറ്റപ്പേരിലേക്ക് ഇപ്പോഴും എത്താൻ കഴിയാത്തത് ഉദുമ, പട്ടാമ്പി, പെരുമ്പാവൂർ, വടക്കാഞ്ചേരി എന്നീ മണ്ഡലങ്ങളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ TO മോഹനായിരിക്കും കെ സുധാകരൻ ആഗ്രഹിച്ചിരുന്ന സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയായി വരിക. അടൂർ പ്രകാശ് നോക്കി വച്ചിരുന്ന കോന്നിയിലേക്ക് പത്തനംതിട്ട DCCയുടെ പ്രസിഡന്റ് പദവി അടക്കം വഹിച്ചിട്ടുള്ള സതീഷ് കൊച്ചുപറമ്പിൽ കൂടി എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു കാര്യം, പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എന്നുള്ളതാണ്. താൻ എങ്ങനെ മത്സരിച്ചാലും 15,000-ലധികം വോട്ടിന് ജയിക്കുമെന്ന അവകാശവാദവുമൊക്കെ സിറ്റിംഗ് MLA
MLA കൂടിയായ എൽദോസ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ എൽദോസിനെതിരെ ഇപ്പോഴും സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് അതിജീവിത നൽകിയ പരാതി കോടതിക്ക് മുന്നിലുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ എൽദോസിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. പകരം ആരായിരിക്കും പെരുമ്പാവൂരിലേക്ക്? എൽദോസിന് പകരം ദിവ്യ, പെരുമ്പാവൂരിലേക്ക് 2 പേരുകളാണ് പരിഗണനയിലുള്ളത്. ഒന്ന് മനോജ് മുത്താടത്തിന്റെയും മറ്റൊന്ന് ഉല്ലാസ് തോമസിന്റെയും പേരുകളാണ്. ഇതിനകത്ത് 2 തരത്തിലുള്ള അവകാശവാദങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ട്. രമേശ് ചെന്നിത്തല അടക്കം ഉല്ലാസിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. മനോജ് മുത്തയാടത്തിനായി മറ്റു ചില നേതാക്കൾ കൂടി പെരുമ്പാവൂരിൽ കൂടുതൽ വിജയസാധ്യതയുള്ളത് മനോജ് മുത്തയാടത്തിനാണ് എന്നതടക്കമുള്ള വാദങ്ങളുമാണ് ആയിട്ടുണ്ട്. നമുക്കറിയാം, പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് യാക്കോബായ സഭ അടക്കമുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും വരിക എന്നത് നമുക്ക് കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. അവരുടെയൊക്കെ എതിർപ്പ് കൂടി ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, സമവായമാകാത്ത സീറ്റുകളുടെ തീരുമാനം ഖാർഗെയ്ക്ക് വിടുകയാണ് ഇപ്പോൾ കേരള നേതൃത്വവും. സെൻട്രൽ ഇലക്ഷൻ ഇവിടെ ഉദുമ നോക്കിയാലും പട്ടാമ്പി നോക്കിയാലും വടക്കാഞ്ചേരി നോക്കിയാലും അവിടങ്ങളിൽ തർക്കമല്ലല്ലോ ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയാത്തത്. തർക്കങ്ങളുണ്ട്. പല നേതാക്കളുടെയും പേരുകൾ വരുന്നു. മറ്റ് വിജയസാധ്യതകൾ പരിഗണിക്കുമ്പോൾ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പേരിൽ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിയാത്തതെല്ലാം മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വിടുകയാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മുസ്ലിം ലീഗിന്റെ അടവ് നയം കോൺഗ്രസ് എടുത്തു പയറ്റുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ മുസ്ലിം ലീഗിലാണ് തീരുമാനങ്ങളെല്ലാം പാണക്കാട് തങ്ങൾക്ക് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തുകയും എതിർ സ്വരങ്ങളെയൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു രീതി. അതുകൊണ്ട് തന്നെ കേരള നേതാക്കൾ വിവാദമാകാൻ അല്ലെങ്കിൽ തർക്കമുടലെടുക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നുകൂടി ഒഴിഞ്ഞു മാറുകയാണ്. അത് കോൺഗ്രസ് അധ്യക്ഷൻ എടുക്കുകയാണ് തർക്കമുള്ള സീറ്റുകളിൽ നിലപാട്. അതിനെ ആരും ഇനി ചോദ്യം ചെയ്യാൻ വരേണ്ടതില്ല എന്ന ഒരു സന്ദേശം കൂടി നൽകുകയാണ് യഥാർത്ഥത്തിൽ.